കുരങ്ങന്മാർ കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും ഓരോന്നുണ്ടല്ലോ, എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും ട്രാവൽ ഷൂട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കൊടും കാട്ടിലാണ്. കാടെന്ന് പറയുമ്പോഴത്തേക്ക് ആനയും മ്ലാവും കാട്ടുപോത്തും ഒക്കെ ഉള്ളൊരു വലിയൊരു കാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ കാടിനെ കുറിച്ചോ ഇവിടുത്തെ ജീവികളെക്കുറിച്ചോ അല്ല, മറിച്ച് ഈ കാട്ടിൽ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു മരമുണ്ട്. ആ ഒരു മരമല്ല, അനേകം മരങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായി മരത്തിന് അടിയിലായിട്ടാണ് അതിൻ്റെ വേര് കാണുന്നത്. അപ്പോൾ ഇവിടെയുള്ള മരങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. എല്ലാം മരത്തിൻ്റെയും വേര് അതിന് മുകളിലാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മരങ്ങൾ. അപ്പോൾ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, 10 അല്ല, 100 കണക്കിന് ഇതുപോലുള്ള മരങ്ങളുടെ പ്ലാന്റുകളാണ് ഈ കാട്ടിനകത്തുള്ളത്. ഇപ്പോൾ കൊടും വേനലായതുകൊണ്ടായിരിക്കും അപ്പോൾ വേരൊക്കെ വളരെ ശോഷിച്ച നിലയിലാണ് കാണപ്പെടുന്നത്. എന്നാലും ഒരുപാട് ഈ കാടും ഫുള്ള്, അതായത് ഒരു ഏരിയ ഫുള്ള് ഈ മരങ്ങളാണ്. അപ്പോൾ ഈ വെറൈറ്റി ആയിട്ടുള്ള ഈ വൃക്ഷത്തിൻ്റെ പേരെന്താണെന്നല്ലേ? അപ്പോൾ ഇതിൻ്റെ പേരാണ് മെരിസ്റ്റിക്ക സ്വാമ്പ്. എന്താണ് മെരിസ്റ്റിക്ക സ്വാമ്പ്? അപ്പോൾ അതിമനോഹരമായിട്ടുള്ളൊരു കാടാണ്. അപ്പോൾ ഈ കാട് നിറച്ച് ഞാൻ ഈ പറഞ്ഞ വൃക്ഷങ്ങളാണുള്ളത്. വേറെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. ഈ മരത്തിൻ്റെ പേരാണ് എന്താണ്? കൊത്തയപ്പൻ. ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള വേറൊരു മരമാണ്. അപ്പോൾ ഈ മരത്തിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതേ നോക്കി, ഈ മരത്തിൻ്റെ പേരാണ് ഉണ്ടയപ്പൻ. ഉണ്ടയപ്പൻ, അപ്പുറത്തേക്കുന്നത് കൊത്തയപ്പൻ. ഇതൊന്നും ഞാനിട്ട പേരല്ല, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പൂമരുത്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കാണുന്ന ഒരു വൃക്ഷം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇതിന് കുറച്ച് ഉള്ളിലേക്കായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിറച്ചും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മരങ്ങളാണുള്ളത്. പുതിയൊരു മരമാണ് വെള്ളയപ്പൻ. വെള്ളയപ്പം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മളിത് ഈ മരത്തിൻ്റെ പേരാണ് വെള്ളയപ്പൻ. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണിത്. ഇതൊരു മരമല്ല, മരത്തെ പോലുള്ളൊരു വള്ളിയാണ്. കെട്ട് പിണഞ്ഞ് കിടക്കുന്ന ഈ വള്ളിയുടെ പേരാണ് എന്താണ്? പറണ്ടവള്ളി. പറണ്ടവള്ളി എന്നാണ് ഈ വള്ളിയുടെ പേര്. ഓരോ മരത്തിനും ഓരോ വെറൈറ്റി പേരുകളാണ്. അപ്പോൾ പുതിയൊരു മരം, അത് നോക്കി, പുതിയൊരു മരമല്ല, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ് വേങ്കൊട്ട. അതെന്ത് കൊട്ടയാണ്? എന്തായാലും നോക്കിയേ, ഈ മരത്തിൻ്റെ പേരാണ് വേങ്കൊട്ട. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഈ മരങ്ങളൊക്കെ വന്ന് കണ്ട് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോകാമെന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വരുന്നത്, ഈ സ്ഥലത്തിൻ്റെ പേര് അരിപ്പ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മുടെ വണ്ടിയുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിനകത്തേക്ക് കയറ്റി വിടും. അപ്പോൾ ഇതിനകത്തൊരു ശാസ്താനട എന്ന് പറഞ്ഞ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നമ്മൾ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടേക്ക് സഞ്ചാരികളുടെ ഒരു ഒഴുക്കായിരിക്കും. പിന്നെ അവിടെ കയറിയിട്ട് ഫുള്ളായിട്ട് നശിപ്പിച്ച് കളയുന്നൊരു പ്രവണത ഉണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും പറ്റത്തില്ല. ഇവിടെ അങ്ങനെ എല്ലാവർക്കും കയറി വരാനൊന്നും പറ്റത്തില്ല. വ്യക്തമായിട്ട് രേഖയൊക്കെ കൊടുത്തിട്ട് വേണം നമുക്ക് ആ ചെക്ക് പോസ്റ്റ് വഴി ഇതിനകത്തേക്ക് വരാനായിട്ടുള്ളത്. അപ്പോൾ വരുന്ന ആൾക്കാർ ദയവ് ചെയ്ത് എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രകൃതി ഭംഗി നശിപ്പിക്കരുത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള മെരിസ്റ്റിക്ക സ്വാമ്പ് എന്ന് പറഞ്ഞ മരമാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.